Hi children, welcome back to my channel Smart School Student. നമുക്ക് ഫസ്റ്റ് മിഡ് ടേം എക്സാമിനേഷൻ കേരള പാഠാവലിയിലെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്ലാസ് 7. ഒത്തിരി പേര് ചോദിച്ചു ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വരുന്നതെന്ന് പല സബ്ജക്ട്സിൻ്റെയും. ഇതൊരു സാമ്പിൾ പേപ്പർ മാത്രമാണ്. പല ടീച്ചേഴ്സ് പല സ്കൂളുകളിൽ നിന്നും റെഫർ ചെയ്തതും ടീച്ചേഴ്സിൻ്റെ റെഫറൻസും എല്ലാം എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സബ്ജക്റ്റ് ടീച്ചേഴ്സ് തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഓക്കെ. പ്രവർത്തനം 1. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം എഴുതുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. കുറിഞ്ഞിപ്പൂക്കൾ കണ്ട ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സുഗതകുമാരി. നീലക്കടൽ പോലെ ആടിയുലഞ്ഞു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ എല്ലാവരും പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ആ കാഴ്ചയുടെ മനോഹാരിത കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. പൂക്കളിൽ തേൻ കുടിക്കുന്ന വണ്ടുകളുടെ നിറം നീലക്കറുപ്പായി മാറുന്നത് ഈ പൂക്കളുടെ സാന്നിധ്യം കൊണ്ടാണ്. പുഷ്പോത്സവം തീർന്നാൽ മണ്ണിൽ വിത്തെറിഞ്ഞ് ഒരു 12 കാലം തപസ് അനുഷ്ഠിച്ച് അടുത്ത പൂക്കളിനായി കാതോർത്തിരിക്കുകയാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. ഇതിനെ ആസ്വദിക്കാനും കാത്തുവയ്ക്കാനും കഴിയുന്ന പുതിയ തലമുറയ്ക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലേഖനഭാഗം അവസാനിപ്പിക്കുന്നത്. ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വിദ്യാലയത്തിൽ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ ഡിസൈനിങ് നിങ്ങൾ 6ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ള ഒരു സാമ്പിൾ നോക്കാം. പുഷ്പോത്സവം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ആൻസർ ഷീറ്റിൽ കുറച്ച് പൂക്കളുടെ പിക്ചർ ആദ്യം വരച്ച് വയ്ക്കുക. ദെൻ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൻ്റെ പേരെഴുതുക. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. HCEMHS സ്നേഹഗിരി പരിസ്ഥിതി ക്ലബ് സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം. ഡേറ്റ് ചെയ്ത് 2024 ജൂലൈ 15-16. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ശ്രീ അജിപാൽ, പ്രസിദ്ധ ചിത്രകാരൻ. എന്നിട്ട് എഴുതാം ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് അതിന് ബേസ് ചെയ്തിട്ടുള്ള പിക്ചറും അതിന് ബേസ് ചെയ്തിട്ടുള്ള റൈറ്റിങ്സും ആണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. പ്രവർത്തനം 2. വിശകലന കുറിപ്പ്. ഈ പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോക്കുവയിലാണ് ഏൽക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വിചിത്രവർണ്ണമാണ് അവിടെ വരുന്നത്, അത് എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആൻസർ നോക്കാം. സൂര്യകിരണങ്ങൾ ഇലകൾക്കിടയിലൂടെ പതിക്കുമ്പോൾ മണ്ണ് ചുവന്നു തുടിക്കുന്നു. പുല്ലുകളിലും പൂക്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളികളിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ ഒരു കിരീടം പോലെ ജ്വലിച്ചു നിൽക്കുന്നു എന്ന വർണ്ണനയാണ് ഇവിടെ കവി നമുക്ക് നൽകുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് കുന്നുകളിലായിരിക്കും അല്ലേ? ആ കുന്നുകളിലാണ് ഈ മരങ്ങളും പൂക്കളൊക്കെ ഉള്ളത്. മരങ്ങൾക്കിടയിലൂടെ ഈ പൂക്കുവയിൽ അവയുടെ ആദ്യ രശ്മികൾ പതിക്കുമ്പോൾ മരങ്ങൾ തൻ പച്ചിലകൾക്കിടയിലൂടെ എന്നിട്ടാണ് പുല്ലിൽ പതിക്കുന്നത്. പുല്ലിൽ പതിച്ചിട്ട് പുഷ്പങ്ങളിൽ പതിക്കും. അപ്പോൾ പുഷ്പങ്ങളിൽ പതിക്കുമ്പോൾ ഓരോ കാഴ്ചയും മനോഹരമാകുന്ന, അതായത് വിചിത്ര നിറം പോലെയാണ് ആ കുന്ന് കാണാൻ പറ്റുക ഈ പോക്കുവയിൽ പതിക്കുമ്പോൾ എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ പ്രവർത്തനം 3 നമുക്ക് നോക്കാം. ഒരു ദിനാന്ത സഞ്ചാരവും ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം, ഇവ രണ്ടും നിങ്ങൾ പഠിച്ചുവല്ലോ. ഇതുപോലെ നല്ലൊരു കാഴ്ച കണ്ട ദിവസത്തെ, കുന്നിൻ്റെയോ കാടിൻ്റെയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്നത്തെ ദിവസത്തെ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്ന്. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ കണ്ട ആ ഒരു കാഴ്ച നല്ല പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് എഴുതാവുന്നതാണ് കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ. പ്രവർത്തനം 4. കഥാപാത്ര നിരൂപണം. മനസ്സിലെ കിളി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? അപ്പോൾ പിക്ലുവിൻ്റെ കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ബിമലേന്ദ്ര ചക്രവർത്തി എഴുതിയ മനസ്സിലെ കിളി എന്ന കുട്ടിക്കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണവൻ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും വളരെ സ്നേഹത്തോടെ അതിരറ്റ കാരുണ്യത്തോടെ പെരുമാറുന്ന കുട്ടി എന്ന നിലയിൽ
പിക്ലു വലിയവനായിത്തീരുന്നു ഇവിടെ. അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി. ഇനി കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്ലു. 4 കുടുംബത്തിലെ ഇളയ പുത്രൻ. അവന് സന്തോഷമാകണമെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ പക്ഷികളുടെ ശബ്ദം കേൾക്കണം. അതിനായി രാവിലെ പൂന്തോട്ടത്തിൽ ഉലാത്തും അവൻ. ഇനി കിളികളെ പിടിച്ചുകൊണ്ടുവന്ന് കൂട്ടിലടച്ചതിന് തൻ്റെ ചേട്ടനായ ടോട്ടനോട് തർക്കിക്കുന്നുണ്ടവൻ. തൻ്റെ രോഷം മുഴുവൻ ചേട്ടനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ കിളിയോടുള്ള ഇഷ്ടം പ്രഖ്യാപിക്കുകയാണ് പിക്ലു. മനുഷ്യർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെല്ലാം കിളികൾക്കുമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് മനസ്സിലെ കിളിയെന്ന കഥയിലെ പിക്ലു. ഈ കഥയിലെ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ് പിക്ലു. പ്രകൃതി സ്നേഹവും സ്വാതന്ത്ര്യബോധവും അവൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയിൽ നിന്ന് കാണാനാവുന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ആ ബോധ്യം മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു ചിൽഡ്രൻ.